മുത്തശ്ശിയുടെ ഒരു സഹായം വേണം. എന്ത് സഹായമാ വേണ്ടത്? പറയും. നാളെ വനിതാ ദിനമല്ലേ? അതെ. ടീച്ചർ നാളെ ചെല്ലുമ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു പ്രോജക്ട് തയ്യാറാക്കണമെന്ന് പറഞ്ഞു. ഏറ്റവും നല്ല പ്രോജക്റ്റിന് പ്രൈസ് ഉണ്ട് മുത്തശ്ശി. എന്തെങ്കിലും ഡിഫറന്റ് ആയിട്ട് ചെയ്യണം. എങ്കിൽ പിന്നെ നല്ല രീതിയിൽ ചെയ്യാൻ നോക്കൂ കുട്ടി. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എന്റെ മുത്തശ്ശി റിട്ടയർഡ് പോലീസ് ഓഫീസർ അല്ലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു താ, നോക്കട്ടെ പ്രൈസ് കിട്ടുമോ എന്ന്. അതെന്താ നിന്റെ കയ്യിലൊരു ബുക്ക്? ഇതിന്റെ പ്രോജക്റ്റിന് ആവശ്യമായുള്ള ചിത്രങ്ങളാ മുത്തശ്ശി. ഇതൊക്കെ ആരാന്ന് അറിയോ നിനക്ക്? പിന്നെ ആർക്കാ അറിഞ്ഞുകൂടാത്തത്? ഇത് ഝാൻസി റാണി, ഇത് ഇന്ദിരാഗാന്ധി, ഇത് കൽപ്പന ചൗള. ശരി ശരി, ഇനി മുത്തശ്ശി കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം. ഇവരെയൊക്കെ അറിയോ നിനക്ക്? കണ്ടു മറന്നതുപോലെ. ആരുടെ ചിത്രങ്ങളാണിത്? അത് പറയാം. അതിനു മുമ്പ് നീ നാളെ ചെയ്യാൻ പോകുന്നത് ഇവരെ കുറിച്ചുള്ള പ്രോജക്റ്റാണ്. ഇവരെ കുറിച്ചോ? അതിനെവരാരെന്ന് പോലും എനിക്കറിയില്ലല്ലോ മുത്തശ്ശി. മുത്തശ്ശി പറയാം. അതിനു മുമ്പ് നീ കേൾക്കാനുള്ളൊരു കഥയുണ്ട്. ഇതുവരെ ഞാൻ ആരോടും പറയാത്ത കഥ. 10-60 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥ. കേൾക്കണോ നിനക്ക്? കേൾക്കണം. മാഗിന് ചേച്ചിക്കും കുറച്ച് ചായ. തല കെട്ടാൻ പോലും അറിയില്ല. ഇത്രയും വലിയ കൊച്ചായില്ലേ? എങ്കിലും എല്ലാ കാര്യത്തിനും അച്ഛൻ വേണം. ഇല്ല, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനോ വലിയ കൊച്ചോ? അച്ഛാ, ആ പറഞ്ഞത് കേട്ടാ? അച്ഛാ. പിന്നെ വലിയ കൊച്ചേ, ഇവളെന്റെ സ്വത്തല്ലേ? എനിക്ക് എന്നും കൊച്ചാ എന്റെ പോലീസ് കുട്ടി. പിന്നെ പോലീസ് കുട്ടി 2 നേരം കഴിക്കാനുണ്ട് ഇവിടെ. എന്നാലും ആഗ്രഹത്തിന് കുറവില്ല. ഞാനൊന്നും പറയണില്ല. അമ്മ അങ്ങനെയൊക്കെ പറയും. പള്ളിക്കൂടത്തിൽ പോണ്ടേ? പഠിച്ച് വലിയ പോലീസ് ആവണ്ടേ? വന്നേ. ഇന്നയോട് ഇതുവരെ എണീറ്റില്ലേ? ഇങ്ങോട്ട് വന്ന് പല്ല് തേക്കടി. വാ തുറക്കടി. ഇറക്കവ തുപ്പടി. തുറക്കടി. വാ ഇറക്കാതെ തുപ്പടി. ഞാൻ പോണില്ല, എനിക്ക് പഠിക്കണ്ട. കണക്ക് മാഷിട്ട് തല്ലു കൊള്ളാൻ എനിക്ക് വയ്യ. വേഗം തലകെട്ടടി. എന്നെ കൊണ്ട് തല്ലിക്കല്ലേ. എന്റെ മോള് പള്ളിക്കൂടത്തിൽ പോയി പഠിച്ച് മിടുക്കിയാവണം, വലിയ പോലീസ് ആവണം. പിള്ളേരെ കൊണ്ട് എങ്ങോട്ടാ പോവാ? പൊന്നമ്പ്ര, മോളെ പള്ളിക്കൂടത്തിലാക്കാൻ പോവാ. മോള് പഠിച്ച് വലിയ പോലീസ് ആവും. പള്ളിക്കൂടത്തിൽ പോയി പഠിച്ച് മോൾക്ക് ആരാവണം? മാമ എനിക്ക് പഠിച്ച് വലിയ പോലീസാണ്. കള്ളന്മാരെയൊക്കെ തല്ലണം. ഓ പോലീസ്, ദാറ്റ്സ് ഫൈൻ. ഞാൻ ആ വഴിക്കാ. ഞാൻ കൊണ്ട് പോയിക്കോളാടാ. ഞാൻ കൊണ്ട് പോയിക്കോളാടാ. നമ്മുടെ കൊച്ചല്ലേ? ഞാനുമുണ്ട്. മോളെ വാ. മോളെ ഏത് ക്ലാസ്സിലാ? 4ാം ക്ലാസ്സില്. മോളെ, മോൾക്ക് മാമനൊരു കഥ പറഞ്ഞു തരട്ടെ. എലിയിലെ തിന്നുന്ന പാമ്പിന്റെ കഥ.
നേരമായല്ലോ, കുട്ടികളെ കണ്ടില്ലല്ലോ. ഈശ്വര, എന്റെ കുട്ടികൾ എവിടെ? ഒരാപത്തും വരുത്തരുതേ. എന്റെ മോളെ, എന്റെ പൊന്നു മോളെ, അയ്യോ അച്ഛന്റെ പൊന്നുമോളെ, അച്ഛന്റെ പൊന്നുമോളെ, കണ്ണു തുറക്ക്. അച്ഛന്റെ മോക്ക് പോലീസാവണ്ടേ മോളെ, പൊന്നുമോളെ. നീയല്ലേ കാരൻ? എടോ, നീയല്ലേ കാരൻ? അതെ യജമാ. എടോ, ഈ കൊച്ചിന്റെ വിവരമൊക്കെ എഴുതിക്കോ. ഇവിടെ വാടോ. എടോ, ഈ കൊച്ചിന്റെ പ്രായം എത്ര വരും? എടോ, തന്നോടാ ചോദിച്ചേ, ഈ കൊച്ചിന് എത്ര പ്രായം വരും? 8ാം ക്ലാസ്സിൽ യജമാനി. 8ാം ക്ലാസ്സിലോ? ഇവളെ കാണാൻ 20 വയസ്സ് തോന്നിക്കുമല്ലോ. യജമാനി. എടോ, മുതലാളിക്കെതിരെ കേസ് കൊടുത്തെന്ന് കേട്ടല്ലോ. എടോ, മുതലാളിക്കെതിരെ കേസ് കൊടുത്തോന്നു. യജമാനി, എന്റെ കൊച്ചിനെ തമ്പുരാൻ. തെളിവുണ്ടോ? തന്റെ കയ്യിൽ തെളിവുണ്ടോ? തന്റെ കൊച്ചു വേലി ചാടി ആരോ എന്തോ ചെയ്തു എന്ന് പറഞ്ഞ് സമൂഹത്തിലെ മാന്യന്മാരെ അപവാദം പറയുന്നോടോ നായെ? യജമാനി, എനിക്ക് കേസൊന്നും ഇല്ല യജമാനി. ആ, അങ്ങനെ അയാൾ തനിക്ക് നല്ലത്. ഞാൻ എന്റെ കുഞ്ഞിനെ എവിടെയെങ്കിലും ഒന്ന് അടക്കിക്കോട്ടെ. ഇയാൾക്ക് പരാതിയില്ലെങ്കിൽ നമുക്കെന്താണോ? പോകാം. ഈ കേസിൽ പ്രതികൾ സംശയിക്കപ്പെടുന്ന വ്യക്തിയെ മതിയായ തെളിവുകളുടെയും സാക്ഷികളുടെയും അഭാവത്തിൽ കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ചുകൊണ്ട് വെറുതെ വിട്ടതായി ഈ കോടതി വിധി പറഞ്ഞു. എന്താടാ കോര, നീ എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് കെട്ടിത്തൂങ്ങിയാണ് നിന്റെ കൊച്ചു തിരിച്ചു വന്നോടാ. ഈ പോലീസും കോടതിയും എന്റെ ഒപ്പാടാ. മുഴുപട്ടിണിക്കാരൻ കോരനും അവന്റെ പെമ്പറ നോക്കും ആകെയുള്ള സമ്പാദ്യം 2 പിള്ളേരാ. അതിൽ ഒന്നിനെ ഞാൻ എടുത്തു, മറ്റൊന്നും ഞാൻ എടുക്കും. എന്താണോ പറഞ്ഞത്? മോളെ, അച്ഛന്റെ കുഞ്ഞോളെ, നമുക്ക് പള്ളിക്കൂടത്തിലും പോണ്ടേ? നമുക്ക് ജഡ്ജിയെ പോലെ പോലീസ് ആവണ്ടേ? മോള് പേടിക്കരുത്, അച്ഛന്റെ മോള് പേടിക്കരുത്. അച്ഛൻ മുടിയേറ്റി തരാം, അച്ഛൻ മുടിയേറ്റി തരാം. എന്താ മോനെ, എന്തു പറ്റി? എനിക്ക് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, അതാ. ഈ മനസ്സാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് നഷ്ടമായത്. സ്ത്രീയെ കടിച്ചു കീറുന്ന തമ്പ്രാനെ പോലുള്ളവർ ഉടത്തോളം കാലം ഒരു കുട്ടിയും സുരക്ഷിതരല്ല മോനെ.
ഇതുപോലെ പൊലിഞ്ഞുപോയ കുറെ കുട്ടികളുടെ ചിത്രമാണ് കുഞ്ഞെ പിന്നെ ഞാൻ കാണിച്ചത്. മുത്തശ്ശി, ഈ കാടത്തം അവസാനിപ്പിക്കാൻ വേറെ മാർഗമില്ലേ? കുഞ്ഞനിയത്തിമാരെ പോലും രക്ഷിക്കാൻ മാർഗമില്ലേ? തീർച്ചയായും സ്ത്രീകൾക്കായുള്ള നിയമങ്ങൾ ശക്തമാക്കണം. നിയമങ്ങൾ മാറ്റി എഴുതപ്പെടണം. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മൃഗീയമായി കൊല്ലുന്നവന്മാർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടി കൊണ്ടുവരണം. ശിക്ഷകളുടെ തീവ്രത കൂടുമ്പോൾ ഇരകളുടെ എണ്ണം കുറയും. എങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവുമോ? അത് മാത്രം പോരാ, മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഇതിൽ ഒരുപാട് മാറ്റം വരുത്താൻ കഴിയും. പെൺകുട്ടികൾക്ക് അച്ചടക്ക ശീലങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ ആൺകുട്ടികൾക്ക് എന്തേ അത് കൊടുക്കുന്നില്ല? സ്ത്രീകൾ സമൂഹത്തിന്റെ ശക്തിയാണെന്നും അവരെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രസക്തിയെക്കുറിച്ച് മുതിർന്നവർ പറഞ്ഞു കൊടുക്കുക. സ്ത്രീകളെ കുറിച്ചുള്ള പുരുഷമനസ്സിലെ കാഴ്ചപ്പാടുകൾ മാറണം. അതിനെക്കുറിച്ചുള്ള അവബോധം കുടുംബങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും ആൺകുട്ടികൾ മാറ്റണം. മുത്തശ്ശി, കോരന്റെ ഇളയമാൾ എന്നിട്ട് പോലീസായോ? ഹായ് മോനെ. അത് മുത്തശ്ശിക്ക് എങ്ങനെ അറിയാം? അറിയാം. ഇപ്പോൾ എവിടെയുണ്ട്? ഇപ്പോൾ നിന്റെ മുന്നിൽ തന്നെ ഉണ്ട് മോനെ. മുത്തശ്ശി, അപ്പോൾ കൊല്ലപ്പെട്ട കുട്ടി? അത് എൻ്റെ കൂടപ്പിറപ്പ്, മൈ സിബ്ലിംഗ്. മുത്തശ്ശി, ഇതുപോലുള്ള ഓരോ സംഭവ വാർത്തകൾ കേൾക്കുമ്പോഴും എൻ്റെ നെഞ്ചിൽ പഴയ ഓർമ്മകൾ ഉരുണ്ടുകൂടും. ഓരോ സംഭവവും സമൂഹവും മീഡിയയുമൊക്കെ കുറച്ചു ദിവസം പാടി നടക്കും, പതിയെ മറക്കും. പക്ഷെ അതിൻ്റെ താപം അനുഭവിച്ച അങ്ങൾക്ക്